സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹേമയോ ജയമോഹനോ ഒന്നും അറിയാതെയാണ് മാനസയും വരുണും അനിരുദ്ധും ചേർന്ന് ഈ ഒരു പ്ലാൻ തയ്യാറാക്കി നടപ്പിലാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ജയമോഹനാണെങ്കിൽ ഈ പാർട്ടി നടക്കുന്ന ദിവസം തന്നെ തൻ്റെ മകളെ അലിഗയിലെ MD ആക്കണമെന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അയാൾ ഇൻവെസ്റ്റ് ചെയ്ത 200 കോടിക്ക് പകരമായിട്ട് പൈസ വേണ്ട, പകരം തൻ്റെ മകളെ MD ആക്കി മാറ്റുന്നതിലൂടെ കൃഷിനെയും കൺമണിയെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ എല്ലാ അധികാരവും അവൾക്ക് കിട്ടുമെന്നറിയാം. ശരിക്കും പറഞ്ഞാൽ പൈസ തിരികെ ചോദിക്കാമെന്നായിരുന്നു ജയമോഹൻ കരുതിയിരുന്നത്. അപ്പം മാനസികമായിട്ടാണ് ഈ പ്ലാൻ തയ്യാറാക്കി കൊടുത്തത്. അതിനുശേഷം മാനസയ്ക്ക് വരുൺ പറഞ്ഞു കൊടുക്കുന്ന ഒരു ബുദ്ധിയാണ് നമ്മുടെ കൃഷിനെയോ അല്ലെങ്കിൽ കൺമണിയോ മയക്കുമരുന്ന് കേസിലോ അല്ലെങ്കിൽ കഞ്ചാവ് കേസിലോ അകത്താക്കാൻ ശ്രമിക്കാം. അതാ ഏറ്റവും നല്ല പ്ലാൻ. ഒരാൾ അകത്ത് കിടക്കുമ്പോൾ അഹങ്കാരം കുറയുമെന്നും അതിലൂടെ കൺമണിയെ തനിക്ക് സ്വന്തമാക്കാം, അതുപോലെ കൃഷിനെ മാനസികം സ്വന്തമാക്കാം എന്നൊക്കെ കരുതി പ്ലാൻ തയ്യാറാക്കി. ശരിക്കും പറഞ്ഞാൽ ഇത് ജയമോഹനോ ഹേമയോ ഒന്നും അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നില്ല. മകൾ പാർട്ടിക്ക് വരുന്നെന്ന് പറയുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ പാർട്ടി നേരിൽ കാണുകയും മാത്രമല്ല അലിഗയിലെ MD ആയി തന്നെ നിയോഗിക്കുന്ന ആ ഒരു ചടങ്ങ് നേരിൽ കാണണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് മാനസ കൂടെ വന്നത്. എന്നിട്ട് ഇങ്ങനൊരു പണി ഒപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചതേ ഇല്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്നത് പോലെ മാനസ് വെച്ച കെണിയിൽ മാനസ തന്നെ വീഴുന്നു. മാത്രമല്ല അക്കൂട്ടത്തിൽ വരുണിനെയും എല്ലാവരും പൊക്കുന്നുണ്ട്. നമ്മുടെ അമ്മായിയും കൃഷിൻ്റെ കൂട്ടുകാരനും പഞ്ഞിക്കിടുന്നു എന്ന് തന്നെ പറയാം. മാനസയുടെ തനി സ്വഭാവം വീണ്ടും കാണിച്ചതിലൂടെ നമ്മുടെ സുജിയാണെങ്കിൽ ആൻറ്റിയമ്മയോട് പറയുന്നു, ആൻറ്റിയമ്മയ്ക്ക് ഇപ്പം തൃപ്തിയായില്ലേ, മാനസമക്കളുടെ ശരിക്കുള്ള സ്വഭാവം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഉത്തരമില്ലാതെ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട് ആൻറ്റിയമ്മയും. അവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവരും പ്രതീക്ഷിച്ചില്ല. വരുൺ വിളിച്ച് പറഞ്ഞതും പ്രകാരം ഇപ്പം കൃഷിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എന്നുള്ള ധാരണയിൽ സന്തോഷത്തോടെ വന്ന അനിരുദ്ധിനും മാനസയ്ക്കും വരുണിനും കിട്ടാവുന്നതിലും ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലാക്കിയ മാനസയാണെങ്കിൽ കൺമണിയോട് പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൺമണി, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. അപ്പോൾ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു മാനസയെ ഒറ്റക്കൊടുക്കുന്നു. അതായത് മാനസയും വരുണും അനിരുദ്ധ സാറും കൂടി ചേർന്ന് തയ്യാറാക്കിയ പദ്ധതിയാണിത്. അപ്പം മേഡം ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ സത്യമാണോ? സത്യമാണെന്ന് പറയുന്നതും നമ്മുടെ മാനസയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. അതായത് ബാലുവിനെ ബലരാമൻ ഒന്ന് ഉപദേശിച്ചിരുന്നല്ലോ, അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാത്ത രൂപത്തിൽ താൻ ഇവിടുന്ന് മാറാം എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അത് കേൾക്കാതെ എന്നെയോ എൻ്റെ വീട്ടുകാരെയോ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ബലരാമനെ ശരിക്കും അറിയാമല്ലോ, ഒന്നിനെയും വെച്ചേക്കില്ല എന്നൊരു വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നു. അതും പ്രകാരമാണെന്ന് തോന്നുന്നു സുമിത്ര വന്ന് ഭാഗ്യശ്രീയെ തടവിലാക്കുന്നുണ്ട്. വായൊക്കെ മൂടിക്കെട്ടി അവളെ ഒരു ചെയറിൽ കെട്ടിയിടുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു. ക്രിഷ് സാറിനെ എന്തെങ്കിലും കെണിയിൽ പെടുത്തണമെന്നുണ്ടെങ്കിൽ ഈ കൺമണി ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലെന്നൊരു വാണിംഗ് മാനസയ്ക്ക് കൊടുക്കുമ്പോൾ തൻ്റെ പ്ലാൻ പൊളിഞ്ഞു എന്ന് മാത്രമല്ല അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ വരെ താൻ അപമാനിതയായല്ലോ എന്ന വിഷമത്തിൽ മാനസ തല കുനിച്ചു പോകുന്നുണ്ട്. തൻ്റെ മകൾ വീണ്ടും സാഗറിൻ്റെ സുജിയുടെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിതരാക്കി എന്നുള്ള വിഷമത്തിൽ നിൽക്കുന്ന ജയമോഹനെയും ഹേമയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാകുമല്ലേ, കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.